ഞാൻ നിങ്ങൾക്ക് മുട്ട പുഴുങ്ങാതെ നല്ലൊരു എഗ് റോസ്റ്റ് ഉണ്ടാക്കി കാണിക്കാം. അതിനായിട്ടൊരു പാനിൽ കടുക് പൊട്ടിക്കഴിയുമ്പം കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി ഇട്ടിട്ട് സവോള ഇട്ട് കൊടുക്കുക. സവോള നടുകെ കീറിയിട്ട് വട്ടത്തിലിടണം. ഞാൻ ഈ അരിഞ്ഞേക്കുന്നില്ല, അപ്പം പെട്ടെന്ന് വഴന്ന് കിട്ടും, നല്ല സോഫ്റ്റ് ആകും. ഒരിത്തിരി ഉപ്പും കൂടെ വിതറി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി ഒന്ന് വഴണ്ട് കഴിയുമ്പോൾ അതിനകത്ത് ഒരു കുഞ്ഞ തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് അടച്ചു വെക്കുക. അതൊന്ന് വഴണ്ട് കഴിയുന്ന ഉടനെ ഒരിത്തിരി മഞ്ഞൾ പൊടി, ഇച്ചിരി ചിക്കൻ മസാല, ഇത്തിരി കാശ്മീരി മുളക് പൊടി, പിന്നെ ഒരു ഇച്ചിരി ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി അതിൻ്റെ പച്ചമണം മാറി കഴിയുന്നുണ്ടെങ്കിൽ നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒത്തിരി വെള്ളം ഒഴിക്കരുത്, ഇത് റോസ്റ്റാണ്. പൊടിയൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി മാത്രം ഒഴിക്കുക. എന്നിട്ട് അതിനകത്തേക്ക് നമുക്ക് എത്ര മുട്ട വേണോ അത്രയും പൊട്ടിച്ച് അതിനകത്ത് ഒഴിക്കുക. ഒരു ഇത്തിരി ഇടവിട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിലൊരു ഇത്തിരി ഉപ്പും കൂടെ വിതറി കൊടുത്തിട്ട് ചെറിയ ഫ്ലെയിമിൽ അടച്ച് വെച്ച് ഒരു 3-4 മിനിറ്റ് വേവിക്കുക. എന്നിട്ട് അത് തുറന്നെടുത്ത് ഒന്ന് ഇളക്കി വെക്കുക. അപ്പോഴേക്കും നല്ല അടിപൊളി റോസ്റ്റ് റെഡിയാണ്. ഒത്തിരി മസാലയൊന്നും നമ്മൾ വാരിയിടുന്നില്ല, നല്ല ടേസ്റ്റിയാണ്. അപ്പത്തിൻ്റെ കൂടെ, ചപ്പാത്തി, പൂരി, ഇടിയപ്പം എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാം.